അത്തപ്പൂക്കളത്തിന്റെ പൂക്കളം വരയ്ക്കാൻ പോവാണ്. നാളെയാണ് പൂ ഇടുന്നത്. അപ്പം നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് ചെയ്യണം. അങ്ങനെ കൂട്ടുകാർ നമ്മളിത് വരച്ചോണ്ടിരിക്കുവാണ്. അങ്ങനെ കൂട്ടുകാർ നമ്മളങ്ങനെ വൃത്തം വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൂട്ടുകാർ നമ്മളങ്ങനെ ഡിസൈൻ വരയ്ക്കാൻ പോവാണ്. നമ്മൾ ഈ പ്രാവശ്യം ഇടുന്നത് വലിയൊരു അത്തപ്പൂക്കളമാണ്. അങ്ങനെ കൂട്ടുകാർ നമ്മളങ്ങനെ പൂക്കളൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുവാണ് നാളത്തേക്കിന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ തിരുവോണമാണ്, തിരുവോണത്തിനാണ് നമ്മൾ ഇടുന്നത്. അങ്ങനെ കൂട്ടുകാർ നമ്മൾ അതിൻ്റെ നടുക്കായിട്ടൊരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഡോട്ടിൻ്റെ അവിടെ ആയിട്ട് വീണ്ടും നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ കൂട്ടുകാർ നമ്മൾ നടുക്കത്തെ മണ്ണ് മൊത്തം വാരിയെടുക്കുവാണ്, വൃത്തത്തിൻ്റെ അകത്തുള്ള മണ്ണ് മൊത്തം. അങ്ങനെ കൂട്ടുകാർ നമ്മൾ ഇതിൻ്റെ നടുക്കൊരു ഡോട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൂട്ടുകാർ നമ്മൾ ഇതേ കണക്കത്തെ ചെറിയൊരു തടി എടുത്തിട്ടുണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ഒരെണ്ണം മതി, വലുതൊന്നും വേണ്ട. പേന പെൻസിലോ വല്ലതും വേണോന്ന് ഇത് നിർത്താൻ. ചോക്കുണ്ടല്ലേ, നമ്മളങ്ങനെ ചോക്കും വെച്ചാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ ആ ഡോട്ടിൻ്റെ അടുത്തായിട്ട് നമ്മളിങ്ങനെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്, തടി. ഇങ്ങനെ നമ്മളത് വരച്ചെടുത്തിട്ടുണ്ടേ. നമ്മളങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കൂട്ടുകാർ നമ്മൾ പിന്നെ ഇത് നമ്മുടെ പ്ലസ് കണക്കാണ് ആദ്യം വരയ്ക്കുന്നത് ഈ വൃത്തത്തിൻ്റെ അകത്തായിട്ട്. ഇങ്ങനെ ഇതിപ്പോൾ പ്ലസ് കണക്കായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു പ്ലസിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ അതിൻ്റെ പ്ലസിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ നമ്മുടെ നടുക്കും കൂടി ഒരു സൈഡിലോട്ടും കൂടി ഒരു വര വരച്ചിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി നമ്മൾ നടുക്കോട്ടാണ് കൂട്ടുകാരെ നമ്മൾ വരയ്ക്കുന്നത്. അങ്ങനെ മൊത്തം ഇതേ കണക്ക് വരച്ചെടുക്കണം. അങ്ങനെ വരച്ചതിന് ശേഷം അടുത്തത് ബാക്കി വരയ്ക്കാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ കൂട്ടുകാർ നമ്മളങ്ങനെ ഒരു ചോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണേ. വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾ ചോക്കയിലാണ് ശരിക്കും വരയ്ക്കേണ്ടത്. ഇങ്ങനെ ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വൃത്തത്തിൻ്റെ അകത്ത് ഇതേ കണക്ക് വരച്ചെടുത്തിട്ടുണ്ട്.
കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൂട്ടുകാരെ നമ്മളങ്ങനെ അവിടെയും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 3 ഭാഗത്തും കൂടി വരയ്ക്കാനുണ്ട് ഇതേ കണക്ക് തന്നെ. ഇനി ഇവിടെയും കൂടി വരയ്ക്കാനുണ്ട്, പിന്നെ ഇവിടെയും കൂടി വരയ്ക്കാനുണ്ട്. മൊത്തം ഏതായാലും ഒരു 4 സ്ഥലത്ത് വരയ്ക്കാനുണ്ട്. ഇനി 3 സ്ഥലം കൂടി വരച്ചാൽ മതി. 3 അല്ല 4. അങ്ങനെ ഇനി ഒരു 2-3 എണ്ണം കൂടി വരച്ചാൽ മാത്രം മതി. അങ്ങനെ കൂട്ടുകാരൻ നമ്മളിടുന്ന പൂക്കളം വേണേ നമ്മുടെ ഈ പോസ്റ്റിൻ്റെ അകത്ത് ഫോട്ടോ ആയിട്ട് ഇട്ട് തരാം. നിങ്ങൾ പോസ്റ്റ് നോക്കിയാൽ മതി, അതിനകത്ത് ഫോട്ടോ ആയിട്ട് ഇട്ട് തരാം. അങ്ങനെ കൂട്ടുകാരെ എന്നിട്ട് നാളെ ഞങ്ങൾ ശരിക്കും ഇടുന്നതിൻ്റെ ഇത് ഇട്ട് തരാം. അങ്ങനെ കൂട്ടുകാർ ഇത് ഞങ്ങൾ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടാണ് വരയ്ക്കുന്നത്. ആ ഒരു ഫോട്ടോയ്ക്കകത്തുള്ളത് പോലെയല്ല വരയ്ക്കുന്നത്, കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടാണ് ഞങ്ങൾ വരയ്ക്കുന്നത്. വരയ്ക്കുകയല്ല, വെറൈറ്റി ആയിട്ട് നമ്മൾ വേറെ പൂവാണ് ഇടുന്നത്. വെറൈറ്റി പൂക്കളിട്ടാണ്, അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന പോലെയുള്ളതല്ല നമ്മൾ പൂവ് ഇടുന്നത്. ഈ വരച്ച് കഴിഞ്ഞ് നാളെ പൂവിടുന്നത് വേറെ പൂവാണ്. ഇപ്പോൾ ഏകദേശം ഇത്രയായിട്ടുണ്ട്. അങ്ങനെ കൂട്ടുകാരെ അവിടെ കാണുന്ന വീടിൻ്റെ അടുത്തുള്ളൊരു ടൂറിസ്റ്റ് ബസ്സാണ്, കണ്ടോ? വീടിൻ്റെ അടുത്തുള്ളതാണ്. വേണേ ഞാൻ പോസ്റ്റിൻ്റെ അകത്തിട്ടിട്ടുണ്ട് ടൂറിസ്റ്റ് ബസ്സിൻ്റെ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഓരോ ഫോട്ടോസൊക്കെ. ഇങ്ങനെ കൂട്ടുകാർ ഇത്രയായിട്ടുണ്ട്. അപ്പം ചോക്ക് തീർന്നു പോയി, വേറെ ചോക്ക് എടുക്കാൻ പോയതാണ്. ലിങ്ക് അയച്ചു കൊടുത്തു. അങ്ങനെ കൂട്ടുകാർ നമ്മൾ മറ്റൊരു ഫോണിലും കൂടി ഒരു ഫോട്ടോ എടുക്കാനുണ്ട്, ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് നമ്മൾ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. അങ്ങനെ കൂട്ടുകാർ നമ്മൾ അങ്ങനെ ഇത്രയും വരച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ ഇതൊന്നും കൊടുക്കുന്നില്ല, വേറെ രീതിയിലൊന്നും വരയ്ക്കുന്നത്. നമ്മൾ പൂവാണ് ഇടുന്നത്, വേറെ രീതി വരയ്ക്കുന്നത്. പൂക്കളം വേറെ ഇതൊന്നും വരയ്ക്കുന്നില്ല. ഇങ്ങനെ കൂട്ടുകാർ ഇങ്ങനെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.